ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, തരുണിൻ്റെ ആദ്യ സിനിമയിൽ തന്നെ അത് ആ മേക്കിംഗ് കാണുമ്പോഴേ നമുക്ക് അറിയാം. അല്ലെങ്കിൽ അദ്ദേഹം കഥ പറയാൻ വിളിക്കുമ്പോഴും ഫോണിലൂടെ നമ്മളോട് സംസാരിക്കുമ്പോഴും അത് കഴിഞ്ഞ് നേരിട്ട് വരുമ്പോഴും ആ ഫയർ നമ്മൾ തിരിച്ചറിയുന്നു, ആ പ്രതിഭയെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങിയ ശേഷം ഈ അടുത്ത കാലത്തൊന്നും അത്രയും റീടേക്ക് പോയുള്ള ഒരു കഥാപാത്രം ഉണ്ടായിട്ടില്ല എനിക്ക്. പേഴ്സണലി ഞാൻ 8 ഡേക്ക് 9 ഡേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ തരുണിനോട് ചോദിക്കുമ്പോൾ എനിക്ക് അതല്ല, അപ്പം ഇയാളൊരു വെച്ചാൽ ഇയാൾ ഭയങ്കര വലിയ നടനുണ്ടല്ലോ, ഇയാളൊരു കഥകളി നടനാണല്ലോ, അയാൾ വലിയ അപ്പം ഇയാളുടെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നവരെ, അല്ലെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം വരുന്നത് വരെ ഇയാളിങ്ങനെ ഓരോ നടന്മാരെയും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് ആള് ചില്ലറക്കാരനല്ല. അല്ലെങ്കിൽ ഫസ്റ്റ് പടമല്ലേ, നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ അല്ലെങ്കിൽ എത്ര വർഷമായിട്ട് ഉഷാക്ക് അഭിനയിക്കുന്നതാണ്, കുഴപ്പമില്ല. ആ കുഴപ്പമില്ലായില്ല. അയാളുടെ വിഷൻ ഉണ്ട്, അതിലേക്ക് എത്തുന്നത് വരെ